ശ്രീരേഖ ഹെയർ ക്യാപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഇതുപോലെ ഓരോന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ കടുകെണ്ണയുടെ പറഞ്ഞല്ലോ, കടുകെണ്ണ ഒലിവ് ഓയിലും തേച്ചതാണ് കേട്ടോ ഇത്. നമ്മൾ ഈ തലയ്ക്ക് ഇപ്പോൾ ചൂട് സമയമാണല്ലോ, ഈ ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും നല്ല കൂളിംഗ് തരുന്ന എണ്ണയാണ് കേട്ടോ മസ്റ്റാർഡ് ഓയിലും ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഈ ചൂടൊക്കെ തോന്നും, വൈകുന്നേരം ആകുമ്പോൾ ഉച്ചയ്ക്കൊക്കെ ചൂട് തോന്നും. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഈ ഒലിവ് ഓയിലും അതുപോലെ തന്നെ മസ്റ്റാർഡ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് നോക്കൂ. തേച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആണെങ്കിലും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല, തലയ്ക്കാണെങ്കിലും നല്ല കൂളിംഗ് ആയിരിക്കും. ചൂടേ തോന്നില്ല. അത് തലയിൽ തേച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ചൂട് അനുഭവപ്പെടുന്നേ ഇല്ല കേട്ടോ. അപ്പം ഏറ്റവും നല്ലതാണ്, മുടിക്ക് നല്ല കറുപ്പും ഉണ്ടാവും, കൂടാതെ നല്ലോണം മുടി വളരുകയും ചെയ്യും. ഇങ്ങനെ എണ്ണ തേച്ച് പിടിപ്പിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ തലേ ദിവസം ഇന്നിപ്പോൾ എണ്ണ തേച്ചല്ലോ, എണ്ണ തേച്ചതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ആയുർവേദ പൊടി ഉപയോഗിച്ചിട്ട് കഴുകി കളയും കേട്ടോ. ആയുർവേദ പൊടി ഉപയോഗിക്കാന്ന് ഇത് നെല്ലിക്കപ്പൊടി മൈലാഞ്ചിപ്പൊടി, ഒന്നില്ലെങ്കിൽ നെല്ലിക്കപ്പൊടി മൈലാഞ്ചിപ്പൊടിയും വെറും വെള്ളത്തിൽ കലക്കി പേസ്റ്റ് ആക്കാം. പേസ്റ്റ് ആക്കിയിട്ട് തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഓവറായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയിലുള്ള എണ്ണയൊക്കെ, സ്കാൽപ്പിലുള്ള എണ്ണയൊക്കെ പോകും. പക്ഷേ നാച്ചുറലായിട്ടുള്ള ഓയിൽ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഷാമ്പു ഉപയോഗിക്കാതെ ഈ ആയുർവേദ പൊടികൾ ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടോ. പിന്നെ കൂടാതെ നമുക്ക് തലമുടിക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഉണ്ട് അതിൽ, നെല്ലിക്കയിലും പിന്നെ മൈലാഞ്ചിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് വല്ല ജെല്ലായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ ചെമ്പരത്തിയുടെ ജെല്ലുകളുണ്ടല്ലോ, ചെമ്പരത്തി ജെല്ല് ഉപയോഗിക്കാം നമുക്ക്. എണ്ണയൊക്കെ തേച്ച് പിറ്റേ ദിവസം വേണമെങ്കിൽ കളയണം എന്നുള്ളവർക്ക് കേട്ടോ, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ആയുർവേദ പൊടികളുണ്ടല്ലോ, മൈലാഞ്ചി നെല്ലിക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല സിൽക്കി ആയിരിക്കും. ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഓയിൽ നഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യും. നാളെ നമുക്കൊരു അടിപൊളി ടിപ്സ് കാണാം നാളത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി എടുക്കുന്നതാണ് ഇരട്ടി മധുരമാണ് കേട്ടോ. ഇരട്ടി മധുരം ഇത് ബൾക്കായിട്ട് മേടിക്കുന്നതാണ് കേട്ടോ. കാരണം മിക്കവാറും സമയങ്ങൾ ഉപയോഗിക്കുന്ന കാരണം കുറച്ചൊന്നും വാങ്ങിച്ചാൽ പോരാ. അതുപോലെ മൈലാഞ്ചിപ്പൊടി പിന്നെ കൂടാതെ നെല്ലിക്കപ്പൊടി. അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് സമം എടുക്കുക കേട്ടോ. 2 സ്പൂൺ ഇരട്ടി മധുരം, 2 സ്പൂൺ ആംലപ്പൊടി, നെല്ലിക്കപ്പൊടി, 2 സ്പൂൺ മൈലാഞ്ചിപ്പൊടി. ഇത് മൂന്നും കൂടി നമ്മൾ വെറും വെള്ളത്തിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തലയോട്ടിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം, തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. എടുക്കേണ്ടത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നെല്ലിക്കപ്പൊടി എടുക്കാം, 2 സ്പൂൺ കേട്ടോ. 2 സ്പൂൺ നെല്ലിക്കപ്പൊടി എടുക്കാം. പിന്നെ 2 സ്പൂൺ ഇരട്ടി മധുരം എടുക്കാം. ഇരട്ടി മധുരം ഈ ഇരട്ടി മധുരം ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ, മുഖത്തിന് നല്ലതാണ് ഇരട്ടി മധുരത്തിൻ്റെ ഫേസ് പാക്ക്. പിന്നെ കൂടാതെ 2 സ്പൂൺ മൈലാഞ്ചിപ്പൊടി. ഇത് മൂന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് വെറും വെള്ളത്തിൽ ഇത് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇത് അന്ന് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. തലേ ദിവസം മിക്സ് ചെയ്ത് വെക്കണമെന്നില്ല. പിന്നെ അത്യാവശ്യം സമയമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ തലേ ദിവസം രാത്രി ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ മൂന്നിൻ്റെയും ഗുണം അറിയാമല്ലോ, ഇരട്ടി മധുരത്തിൻ്റെ ഗുണം അറിയാം. മുടി നല്ലോണം, മുടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും, സ്കാൽപ്പിലേക്കുള്ള. അതുപോലെ മുടി നന്നായിട്ട് വളരും.
പിന്നെ ഇതിന്റെ എല്ലാം വിശദീകരിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലൈക്കോറൈസ് എന്ന് പറയും നമ്മളതിനെ, ഇരട്ടിമധുരത്തിന്, അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ വീഡിയോ. പിന്നെ അതുപോലെ മൈലാഞ്ചിയുടെ ഗുണങ്ങൾ അറിയാലോ. പിന്നെ നെല്ലിക്കപ്പൊടി അയണാണ്. അപ്പോൾ മുടി നല്ല തിക്കായിട്ട് വളരും ചെയ്യും, നല്ല ഭംഗിയിലുണ്ടാവും, കിടക്കുകയും ചെയ്യും കേട്ടോ. നല്ലവണ്ണം ഗ്രോത്ത് ഉണ്ടാവും ഹെയർ. ഇതിപ്പോൾ നമ്മൾ ഏത് മാസ്ക് തേക്കുമ്പോഴും നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പ്രത്യേകം അത് പറയണമെന്നില്ല, കാരണം മുടിയുടെ ടെക്സ്ചർ മാറും, അതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അല്പം വെള്ളം നമുക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ വേണം ചെയ്യാൻ കേട്ടോ. നമ്മൾ തലമുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഒഴുകി പോകരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കാം. മുത്തച്ഛനൊക്കെ പറയും നെല്ലിക്ക വലിപ്പത്തിൽ എടുക്കാൻ പറയും. തേച്ച് തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ പറയും. അപ്പൊ ഇത് എടുത്തിട്ട് ലെയർ ആയിട്ട് നമുക്കിത് വിരലുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന് ബ്രഷ് ഉപയോഗിക്കണം എന്നില്ല. വിരലുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് ഈ പരുവത്തിലായി കണ്ടോ, പേസ്റ്റ് പരുവത്തിലായി. വേണമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർക്കാം. ഇതിപ്പോ തലേദിവസം വേണമെങ്കിൽ തലേദിവസം വയ്ക്കാം, അല്ലെങ്കിൽ അപ്പപ്പോ സമയമുള്ളവർക്കാണെങ്കിൽ അപ്പപ്പോ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് ഇത് കണ്ടോ പേസ്റ്റ് പോലെയാണ്. അപ്പൊ നമുക്ക് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഉണ്ടോ, അപ്ലൈ ചെയ്യുമ്പോൾ ഇരുന്നോളും. നമുക്ക് വിരലുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇത് നല്ല കൂളിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇതുപോലെ തലോട്ടിലൊക്കെ തേക്കുമ്പോൾ നമുക്ക് ഈ ഒലിവ് കടുകെണ്ണയുടെയും പറഞ്ഞ പോലെ തന്നെ നല്ല കൂളിംഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡെയിലി പോകുന്ന മുടിയൊക്കെ പൊക്കോട്ടെ കേട്ടോ, അതൊന്നും വിഷമിക്കണ്ട കേട്ടോ. മുടി ഇങ്ങനെ കൊഴിച്ചിലുണ്ടാവും, പക്ഷെ അതനുസരിച്ചിട്ട് മുടി വളർന്നുകൊണ്ടിരിക്കും നമ്മള്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണ്ട കേട്ടോ. അപ്പൊ അതാണ് മുടി കാണാൻ പറ്റണ്ട ഇത്. മുടിയുടെ കൊഴിഞ്ഞു പോക്കിനെ കുറിച്ച് ആരും ചിന്തിച്ച് വിഷമിക്കണ്ട. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ആയുർവേദ പൊടികളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ജെല്ലൊക്കെ ഉപയോഗിച്ച് നമുക്ക് മുടി വളർത്താവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ അറിയില്ല, ഇത് കുഞ്ഞു മുടി നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. നീളം കുറഞ്ഞ മുടി, ഇതെല്ലാം വളരുന്ന മുടിയാണ്. അങ്ങനെ ഓരോരുത്തരും ഇതുപോലെ നോക്കി കഴിഞ്ഞാൽ മുടി വളരുന്നുണ്ടോ എന്നറിയാം. മുടി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടും എല്ലാവരും. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ, ഇത് നോക്കാം. ഇതുപോലെ മുടി വളരുന്നുണ്ടോ എന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, നമ്മൾ ഡെയിലി ഇങ്ങനെയൊക്കെ തേക്കണോന്ന് സംശയം ഉണ്ടാകും. ഹെയർ പാക്ക് ഡെയിലി തേക്കാമോ, ഡെയിലി തേക്കണോ എന്നൊക്കെ. അപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ദിവസം എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ മാറി ഉപയോഗിക്കാം. ഒരു ദിവസം എണ്ണയാണ്, ഒരു ദിവസം പാക്കാണ്, പിന്നെ വേറൊരു ദിവസം ജെല്ലായിട്ടും, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും. മുടി ഒരിക്കലും ഡ്രൈനെസ് ഉണ്ടാവരുത് മുടിയിൽ. അപ്പൊ എപ്പോഴും എന്തായിക്കൊണ്ടിരിക്കുക, ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുക മുടി. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് മുടിയിലുള്ള സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും തോറും കുഞ്ഞു മുടികൾ വളർന്നുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ തത്വം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തേക്കാം. ഇത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് ഈ ആയുർവേദ ചെടികളും ആയുർവേദ പൊടികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഹെയർ മാസ്ക് നമുക്ക് ഏറ്റവും ഉത്തമമാണ്. കെമിക്കൽ ഉണ്ട് എന്നുള്ള പേടി വേണ്ട. കെമിക്കൽ ഒന്നും ഉണ്ടാവില്ല ഇതിൽ. നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നല്ല റിസൾട്ടും കിട്ടും കേട്ടോ.
കൂടുതൽ പൈസയൊന്നും ചിലവാക്കണ്ട. ഏലക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് ആയുർവേദ പൊടികൾ സ്റ്റോക്ക് ചെയ്യാം. ഒന്ന് ഇരട്ടി മധുരം, പിന്നെ നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി, നീലാമരി, ഇങ്ങനെയുള്ള പൊടികൾ. പിന്നെ നമ്മുടെ ഇത് ബ്രഹ്മി, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ നട്ടുപിടിപ്പിക്കാം. കറ്റാർ വാഴയൊക്കെ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ മാറി മാറി നമുക്ക് തേക്കാം മുടിയിലൊക്കെ. ബ്രഹ്മി ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ് അതൊക്കെ തേച്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോന്ന് അപ്ലൈ ചെയ്ത് ഇരിക്കാം. അപ്പോൾ പോകുന്ന മുടി പൊക്കോട്ടെ. മുടി ധാരാളമായി വന്നുകൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതോടുകൂടി കേട്ടോ. ഇത് പിന്നെ ഈ പാക്കൊക്കെ തേച്ച് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ചെയ്യാം. അതവിടെ ഇരുന്നോട്ടെ കേട്ടോ. നമ്മൾ ഈ അരമണിക്കൂർ കഴിയുമ്പോൾ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ മുട്ടയുടെ പാക്കുണ്ട്, മുട്ടയും കാപ്പിപ്പൊടിയും ചേർത്തുള്ള പാക്കുണ്ട്. മുട്ട ചേർക്കുമ്പോൾ അത് തലേ ദിവസം പാക്കിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. മുട്ട ചേർക്കുമ്പോൾ അപ്പം ചെയ്യുമ്പോൾ സ്മെല്ലുണ്ടാവും. അതേസമയം തലേ ദിവസം ഇതുപോലെ കാപ്പിപ്പൊടിയിലും മൈലാഞ്ചിയിലൊക്കെ മിക്സ് ചെയ്ത് മുട്ട അടിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് പിറ്റേ ദിവസം തേച്ചോളും. ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, സൺഡേ ആണ്, മിക്കവർക്കും ഹോളിഡേ ആയിരിക്കും. ആ സമയത്ത് പാക്കൊക്കെ തേക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് കിട്ടുന്ന ജോലിക്കാർക്കൊക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കാം. അപ്പോൾ രാവിലെ തന്നെ ഈ പാക്ക് തേച്ച് പിടിപ്പിക്കുക, ജോലി ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഈ കിട്ടുന്ന സമയമൊന്നും പാഴാക്കാതെ ശ്രദ്ധിക്കാം കേട്ടോ. ഒരിക്കലും നമുക്ക് സമയം ഉണ്ടാക്കി തേക്കാൻ പറ്റില്ല അല്ലേ. നമുക്ക് സമയം ഉണ്ടാവട്ടെ എന്നിട്ട് തേക്കാൻ വിചാരിക്കരുത്. നമ്മളെപ്പോഴും മുന്നിട്ടിറങ്ങുക, അപ്ലൈ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ജോലി ചെയ്യുക. അപ്പം നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞാൽ ആരും തേക്കാതിരിക്കരുത് കേട്ടോ. മുടി ശ്രദ്ധിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. പറഞ്ഞ പോലെ എല്ലാം കാര്യങ്ങളും മുടി വിടുത്താം. വൈകുന്നേരങ്ങളിൽ മുടി പിന്നിയിട്ട് കിടക്കുക, തല്ലിപ്പോവാൻ ചാൻസ് ഉണ്ട് മുടി. അതുകൊണ്ടിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ചൂടുകാലമാണെങ്കിലും ഇതുപോലെയുള്ള പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിലും മസ്റ്റാർഡ് ഓയിലും, കടുകിനെ ഒലിവ് ഓയിലും ആരും മറക്കരുത്. തലയ്ക്കൊക്കെ നല്ല കൂളിങ് തരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. നമുക്ക് പോയ മുടിയെക്കുറിച്ച് ഓർത്ത് ഒന്നും വിഷമിക്കരുത് കേട്ടോ. ഒരുപാട് പേർക്ക് സങ്കടമുണ്ട് മുടി പോകുന്നതൊക്കെ. അപ്പം നമ്മൾ നമ്മളുടെ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. വളരെ സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.